ലീഗ് നേതൃത്വം ആണ് NSSനെ SNDPയെ തമ്മിൽ തെറ്റിക്കാൻ യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു. അപ്പോഴും അവരെല്ലാം യോജിച്ചു നിന്നുകൊണ്ട് ഭരണത്തിൽ വന്നിട്ട് ഒരു പരിഗണനയും തന്നില്ല. അവർ തന്നെ ഇപ്പോൾ പറഞ്ഞില്ല, കോളേജിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തില്ല. അപ്പം അപേക്ഷ കൊടുത്ത് എന്നിട്ടാണ് അവർ ഒരെണ്ണം തന്നല്ലോ ഞങ്ങൾക്ക്. ഞങ്ങൾ എല്ലാ കൊല്ലം പുൽപ്പള്ളിയിൽ കൊടുക്കാറുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കാറുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കൊടുക്കാറുണ്ട്, അവിടെ ഫീസ് കെട്ടി വെക്കാറുണ്ട്. ഇതെല്ലാം നോക്കും, വരും, പരിശോധിക്കും, പോകും. ഇങ്ങനെ അവഗണനകൾ മാത്രം അനുഭവിച്ചുകൊണ്ട് വന്ന് ഇന്ന് എവിടെ എത്തി? ഇന്ന് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം മാത്രമല്ല, നായാടി തൊട്ട് ഇന്ന് നസ്രാണികൾ വരെയുള്ള ഇവിടെ യോജിപ്പ് അനിവാര്യമാണെന്ന ചിന്തയിലേക്ക് കാര്യങ്ങളെത്തി. ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നും, മുസ്ലിം സമുദായത്തിന് വിരോധമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മലപ്പുറത്തെ എൻ്റെ സംസാരത്തെ വക്രീകരിച്ചും വ്യാഖ്യാനിച്ചും എന്നെ ഒരു വർഗീയവാദിയാക്കി മാറ്റി. അതിന് വ്യക്തമായ എൻ്റെ വ്യക്തത വരുത്തി. ഞാൻ മുസ്ലിം സമുദായത്തോട് സഹോദര തുല്യം തീർന്നിരിക്കുന്നു. അവരുടെ മുസ്ലിം ലീഗിനെയാണ് ഞാൻ അവരുടെ വർഗീയ സ്വഭാവത്തെ പറ്റി എതിർത്തത്. എന്നിട്ട് എന്നെ വർഗീയവാദിയാക്കുകയാണ്. ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി എന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വർഗീയത ആരില്ല ഉള്ളത്. ശ്രീനാരായണ പ്രസ്ഥാനം കേരളത്തെ എമ്പാടും ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേന്, ആ സോദര ചിന്ത എന്നും പ്രചരിപ്പിക്കുകയും പറയുകയും അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഈഴവ സമുദായം, ശ്രീനാരായണ പ്രസ്ഥാനം.